നമസ്കാരം. നമ്മളിതാ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു. ബോണി തോമസിന്റെ കൊച്ചിക്കാർ എന്ന പുസ്തകത്തിലൂടെ കൊച്ചിയുടെ ആ വൈവിധ്യം അറിയാനുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അതെ, കഴിഞ്ഞ തവണ നമ്മൾ കൊങ്കണി സംസാരിക്കുന്ന പല വിഭാഗങ്ങളെപ്പറ്റി സംസാരിച്ചു, ഓർക്കുന്നുണ്ടാവും. അവരുടെ ആ ഗോവയിൽ നിന്നുള്ള വരവ്, കൊച്ചിയിലെ ജീവിതം, പിന്നെ സ്വർണ്ണപ്പണി, പപ്പടമുണ്ടാക്കൽ, കൃഷി, അങ്ങനെ പലതും. സാമൂഹിക പരിഷ്കർത്താക്കളെയും നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൊച്ചിയുടെ തെക്കൻ ഭാഗത്തേക്കുള്ള ബന്ധങ്ങളാണ്. അതായത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമൊക്കെ പല കാലത്തായിട്ട് കൊച്ചിയിലെത്തിയ ആളുകൾ, തമിഴും തെലുങ്കുമൊക്കെ സംസാരിക്കുന്ന കുറച്ച് സമൂഹങ്ങൾ. ശരിയാണ്. ഈ പുസ്തകത്തിലെ 9, 18, 20, 23, 24 അങ്ങനെ കുറച്ചേറെ അധ്യായങ്ങൾ, അതായത് 28, 29, 31, 33 ഒക്കെ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോ ഇവരുടെ തനതായ തൊഴിലുകൾ, അവരുടെ ആ ഒരു സംസ്കാരം, പിന്നെ കാലക്രമേണ വന്ന മാറ്റങ്ങൾ, നേരിട്ട വെല്ലുവിളികൾ, ഇതൊക്കെ നമുക്ക് നോക്കാം അല്ലേ? തീർച്ചയായും. ഇവരുടെ വരവ് കൊച്ചിയുടെ ആ ഒരു സാമൂഹിക ഘടനയെയും കൾച്ചറിനെയും എങ്ങനെയാണ് സ്വാധീനിച്ചത്, അതാണ് നമ്മൾ നോക്കുന്നത്. സ്വന്തം ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ എങ്ങനെ കൊച്ചിയുമായിട്ട് ഇഴുകിച്ചേർന്നു. നമുക്ക് ഫോർട്ട് കൊച്ചിയിലെ ഡോബിഖാനയിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? അധ്യായം 9, തമിഴ് വണ്ണാൻ സമൂഹം. അത് കൊച്ചിയുടെ ചരിത്രവുമായിട്ട് ഭയങ്കരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. പുസ്തകത്തിൽ പറയുന്ന പോലെ പണ്ട് രാജഭരണകാലം തൊട്ട്, പിന്നെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, എന്തിനേറെ ഈ തുറമുഖത്ത് വരുന്ന കപ്പലുകളിലെ അറബികളും ചൈനക്കാരുമൊക്കെയില്ലേ, അവരുടെയൊക്കെ തുണി അലക്കിയിരുന്നത് ഈ വണ്ണാന്മാരായിരുന്നു. ശരിയാണ്. ഒരു തുറമുഖ നഗരത്തിന് ഇത്തരം സേവനങ്ങളൊക്കെ വളരെ അത്യാവശ്യമായിരുന്നിരിക്കണം. ഉറപ്പായും. ഇവരുടെ പൂർവികർ അത് തിരുനെൽവേലി, പിന്നെ കോയമ്പത്തൂർ, മലബാർ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ തമിഴ് വണ്ണാന്മാർ എന്ന് പേര് വന്നതും. സമുദായത്തിനകത്ത് തമിഴാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. ഇവരുടെ ജീവിതം അത് ഫോർട്ട് കൊച്ചിയിലെ ഡോബി സ്ട്രീറ്റും ഡോബി ഖാനയുമൊക്കെയായി ബന്ധപ്പെട്ടാ കിടക്കുന്നത്. അതേ, പണ്ട് മൈനാത്ത് വെള്ളി എന്നറിയപ്പെട്ട ഒരു തുറന്ന കുളക്കടവിലായിരുന്നു അവർ പ്രധാനമായും അലക്കിയിരുന്നത്. മൈനാത്തെന്ന് വെച്ചാൽ അലക്ക് എന്ന് തന്നെയാണ് അർത്ഥം കൊച്ചിയിലെ പഴയ സംസാരത്തിൽ. ഈ വെളി എന്ന സ്ഥലത്തിന് വേറൊരു ചരിത്ര പ്രാധാന്യം കൂടിയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ഹോർത്തുസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട്. അതുണ്ട്. പുസ്തകം അത് സൂചിപ്പിക്കുന്നുണ്ട്. ഡച്ചുകാരുടെ ആ ബൊട്ടാണിക്കൽ ഗാർഡൻ, അതായത് ഹോർത്തുസ് മലബാറിക്കസിന് അടിസ്ഥാനമായ ആ ഉദ്യാനം നനയ്ക്കാൻ ഇവിടത്തെ വെള്ളം ഉപയോഗിച്ചിരുന്നുവെന്ന് ഒരു പറച്ചിലുണ്ട്. അതൊരു നിരീക്ഷണമാണ്. പിന്നീട് 1970കളിലൊക്കെ GCDA ഡോബിഖാന പണിതതോടെയാണ് മാറ്റം വരുന്നത് അല്ലേ? കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെയായി. സൗകര്യങ്ങൾ വന്നു, സ്പിൻഡ്രയറുകളൊക്കെ വന്നു. പക്ഷേ അതിനു മുമ്പ് ഈ രാജാവും പോർച്ചുഗീസുകാരും ഡച്ചുകാരുമൊക്കെ ഇവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നതാണെന്നും കഥകളുണ്ട്. ഇവരുടെ ഒരു പ്രധാന ആഘോഷത്തെക്കുറിച്ചും പുസ്തകത്തിൽ പറയുന്നുണ്ട്, മുളക്കൂട്ട് ഉത്സവം. ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്നത് നവധാന്യങ്ങൾ മുളപ്പിച്ച് കടലിലൊഴുക്കുന്ന ഒരു ചടങ്ങ്. അതവരുടെ ആ ഒരു തമിഴ് പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. ചുടലമുത്ത് പ്രാട്ടിദമ്പതികളുടെയൊക്കെ കഥയുണ്ട്, തലമുറകളായിട്ട് ഈ പണി ചെയ്യുന്നവർ. പക്ഷേ പുതിയ തലമുറയ്ക്ക് ഇതിനോട് താൽപ്പര്യം കുറവാണെന്ന് ചുടലമുത്ത് തന്നെ പറയുന്നുണ്ടല്ലോ. അതൊരു യാഥാർത്ഥ്യമാണ്. പല പാരമ്പര്യ തൊഴിലുകളും നേരിടുന്ന ഒരു പ്രശ്നം. എന്നാലും ഷാജിയെപ്പോലെ, അദ്ദേഹത്തിന്റെ മകനെപ്പോലെ ചിലരൊക്കെ ഇത് തുടരുന്നുണ്ട്. പിന്നെ കൊച്ചിയിലെ ടൂറിസം വളർന്നപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി വർക്ക് കിട്ടുന്നുണ്ട്. അപ്പോ മലയാളികളായി ജീവിക്കുമ്പോഴും ആ തമിഴ് വേരുകൾ പൂർണ്ണമായി വിട്ടിട്ടില്ല? ഇല്ലില്ല, അത് സൂക്ഷിക്കുന്നുണ്ട്. ശരി, അപ്പോൾ ഈ അലക്കിന്റെ ലോകത്ത് നിന്ന് നമുക്ക് കുറച്ചുകൂടി കഠിനമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകാം. അധ്യായം 18, ചക്ലിയർ സമൂഹം. അത് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയുടെ ചരിത്രത്തിൽ അത്രയൊന്നും സംസാരിക്കപ്പെടാത്ത, എന്നാൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു വിഭാഗം. അതെ, നഗര ശുചീകരണത്തിൽ അവരുടെ പങ്ക് വലുതായിരുന്നു. പരമ്പരാഗതമായി തോട്ടിപ്പണി അല്ലെങ്കിൽ തീട്ട പാട്ടപ്പണി എന്ന പുസ്തകത്തിൽ പറയുന്ന ജോലി ചെയ്തിരുന്നവർ. അതുകൊണ്ടുതന്നെ കടുത്ത ജാതി വിവേചനം നേരിടേണ്ടി വന്നു. ഇവരും കോയമ്പത്തൂർ ഭാഗത്തു നിന്ന് വന്നവരാണല്ലേ? ഇവരുടെ ഭാഷയും തെലുങ്ക് കലർന്ന തമിഴാണെന്ന് പറയുന്നു. അതെ, 1950കളിലെ ചില സാമൂഹിക മുന്നേറ്റങ്ങളെപ്പറ്റി പുസ്തകം പറയുന്നുണ്ട്. അയ്യപ്പനെപ്പോലുള്ള നേതാക്കൾ, അവരുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ, അതൊക്കെ കഴിഞ്ഞാണ് സർക്കാർ ഇടപെടുന്നതും ഈ കുഴിക്കക്കൂസുകൾ നിരോധിക്കുന്നതുമൊക്കെ. അതുവഴിയൊരു വലിയ മാറ്റം വന്നു. പക്ഷേ ആ ഒരു മാനസിക അകൽച്ച പൂർണ്ണമായി മാറിയോ?
ചക്ലിയർ എന്ന് വിളിക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു അപമാനം തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. രാമേശ്വരം കോളനിയിലൊക്കെ താമസിക്കുന്ന ഇവരിൽ പലരും ഇന്നും ശുചീകരണ ജോലിയിൽ തന്നെയാണെന്നും പറയുന്നു. അതെ, ആ പഴയൊരു തൊട്ടുകൂടായ്മയുടെ ഓർമ്മകളൊക്കെ ഒരുപക്ഷെ ഇപ്പോഴും അവരെ വേട്ടയാടുന്നുണ്ടാവാം. എന്തായാലും കൊച്ചി നഗരത്തിന്, അതിൻ്റെ ശുചിത്വത്തിന് ഈ സമൂഹത്തോട് വലിയ കടപ്പാടുണ്ട്. അത് മറക്കാൻ പാടില്ല. ശരിയാണ്. ഇനി നമുക്ക് മറ്റൊരു കൂട്ടായ്മയെ പരിചയപ്പെടാം. അധ്യായം 20 പറയുന്ന 24 മന തെലുങ്ക് ചെട്ടിയാർ അഥവാ 24 MTC സമൂഹം. അതോടൊപ്പം അധ്യായം 23 ഇവരും തമിഴ് യാദവരും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത് രണ്ടും ചേർത്തു വായിക്കേണ്ടതാണ്. അതെ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സോഷ്യൽ സെറ്റപ്പാണ്. 24 MTC. ഇവരുടെ പൂർവികർ ശരിക്കും ആന്ധ്രയിലെ ബലിജ എന്നൊരു വിഭാഗമാണ്. വൈശ്യ വിഭാഗത്തിൽപ്പെടുന്നവർ. ഏകദേശം ഒരു 150 വർഷം മുൻപ് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴിയാണ് കൊച്ചിയിലെത്തുന്നത്. ഓഹോ, അപ്പോൾ ആന്ധ്രയിൽ നിന്നുള്ളവരാണെങ്കിലും തമിഴ്നാട്ടിലൂടെയാണ് കൊച്ചിയിലെത്തുന്നത്. അതുകൊണ്ടാണോ ഇവരുടെ ഭാഷ തെലുങ്കായിട്ടും അതിലെ തമിഴും മലയാളവും കലർന്നിരിക്കുന്നത്? അതെ അതെ, സംസാരഭാഷ തെലുങ്ക് തന്നെ. പക്ഷെ തമിഴിന്റെയും മലയാളത്തിന്റെയും സ്വാധീനം നന്നായിട്ടുണ്ട്. പിന്നെ ആ പേരുപോലെ തന്നെ 24 മന അഥവാ കുലങ്ങളാണ് ഇവരുടെ അടിസ്ഥാനം. 16 ആൺവീടും 8 പെൺവീടും, അങ്ങനെയല്ലേ? അതെ, ഒരേ വിഭാഗത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല. ഒരു 16 വീട്ടുകാരന് 8 വീട്ടുകാരിയെ കെട്ടാം, തിരിച്ചും. അങ്ങനെ ഒരു ചിട്ടയുണ്ട്. ഇതിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊരു ഐതിഹ്യമൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ശിവന്റെ യാഗം, പ്രീതേശ്വരൻ, വൈതുംഗ രാജാവ്, കാമാക്ഷി ദേവി, അങ്ങനെ 24 കുട്ടികളുണ്ടായ കഥ. പണ്ട് കൊച്ചിയിലെ എരുമപ്പാൽ, തൈര്, വെണ്ണ, നെയ്യ് വിപണിയൊക്കെ ഇവരുടെ കയ്യിലായിരുന്നു എന്ന് പറയുന്നു. ആയിരുന്നു. പക്ഷെ പിന്നെ നഗരം വളർന്നപ്പോൾ എരുമയെ വളർത്താൻ ബുദ്ധിമുട്ടായി. പാക്കറ്റ് പാലൊക്കെ വന്നു. അതോടെ ആ പരമ്പരാഗത തൊഴിലിനൊരു മങ്ങലേറ്റു. പുതിയ തലമുറ മറ്റ് ജോലികളിലേക്ക് മാറി. പുസ്തകത്തിൽ പറയുന്ന ആർ സെൽവരാജ് മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം. അതൊരു ഉദാഹരണമാണല്ലോ. അതെ, പക്ഷേ അവരുടെ ആ ഒരു തനിമ, മട്ടാഞ്ചേരിയിലെ കാമാക്ഷി അമ്മൻ കോവിൽ കേന്ദ്രീകരിച്ചുള്ള ചടങ്ങുകൾ, ചിത്തിര പൗർണമി തിരുക്കല്യാണോത്സവം, മുളബാലിക, മാവിളക്ക്, പിന്നെ വീടുകളിലെ ആ പൊടിക്കോലം, ദൃഷ്ടിബൊമ്മ, അതൊക്കെ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. ഇനി ഈ 24 MTCയോടൊപ്പം അധ്യായം 23 പറയുന്ന തമിഴ് യാദവരെക്കുറിച്ചുകൂടി പറഞ്ഞാലോ? ഇവരുടെ ഒരുമയെക്കുറിച്ച്. അതും രസകരമാണ്. തമിഴ്നാട്ടിൽ ക്ഷാമം വന്ന കാലത്താണ് യാദവർ കൊച്ചിയിലെത്തുന്നത്. അതും ഏകദേശം 24 MTC വന്ന അതേ കാലഘട്ടത്തിൽ തന്നെ. രണ്ടു കൂട്ടരും മട്ടാഞ്ചേരിയിൽ അടുത്തടുത്താണ് താമസിച്ചത്. പഴനിയൊക്കെയാണ് ഇവരുടെ പഴയ സ്ഥലങ്ങൾ. അവിടുന്ന് പൊള്ളാച്ചി വഴിയാണ് കൊച്ചിയിലേക്ക്. ഈ രണ്ട് സമൂഹങ്ങളും, അതായത് തെലുങ്ക് സംസാരിക്കുന്ന 24 MTCയും തമിഴ് സംസാരിക്കുന്ന യാദവരും ഒരുമിച്ചാണ് അവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ നോക്കുന്നത്. ശ്രീ നാഗകാളീശ്വരി അമ്മൻ ക്ഷേത്രം, ശ്രീ മാരിയമ്മൻ ക്ഷേത്രമൊക്കെ. സംയുക്ത ട്രസ്റ്റാണല്ലേ? തമിഴ് നായ്ക്കന്മാരുമായും സഹകരിക്കുന്നുണ്ടെന്നും പറയുന്നു. അതെ, ഉത്സവങ്ങളൊക്കെ 2 കോവിലുകളിലായി മാറി മാറി നടത്തും. കമ്മിറ്റിയിലൊക്കെ തുല്യ പങ്കാളിത്തമാണ്. പിന്നെ പുസ്തകത്തിലൊരു വാർഷിക വിനോദയാത്രയെക്കുറിച്ച് പറയുന്നുണ്ട് കപ്പലണ്ടി മുക്കിൽ നിന്ന്. അത് ഈ ഒരുമയുടെ ഒരു നല്ല പ്രതീകമാണ്. ഈ കപ്പലണ്ടി മുക്ക് എന്ന പേര് വന്നത് 24 MTCയുടെ കപ്പലണ്ടി കച്ചവടത്തിൽ നിന്നാണെന്നും പറയുന്നുണ്ട്. അതെ, അതും പുസ്തകത്തിലുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയൊക്കെ സഹകരണമുണ്ടെങ്കിലും ഈ രണ്ടു കൂട്ടരും തമ്മിൽ സാധാരണയായി വിവാഹബന്ധങ്ങളില്ല. അതെന്തായിരിക്കും? അത് പല കുടിയേറ്റ സമൂഹങ്ങളിലും കാണുന്ന ഒന്നാണ്. പൊതുവായ കാര്യങ്ങളിൽ സഹകരിക്കുമ്പോഴും സ്വന്തം സമുദായത്തിന്റെ ആ ഒരു അതിർവരമ്പ്, പ്രത്യേകിച്ച് കല്യാണത്തിന്റെ കാര്യത്തിൽ നിലനിർത്താൻ ശ്രമിക്കും. ഒരുപക്ഷേ തനിമ കാത്തുസൂക്ഷിക്കാനുള്ളൊരു ശ്രമമായിരിക്കാം. രസകരമാണത്. രണ്ടു കൂട്ടരും സ്വന്തം മാതൃഭാഷ നിലനിർത്തുന്നുമുണ്ട്, പക്ഷെ പുറത്തും മലയാളം സംസാരിക്കുന്നു. അതെ, സുബ്ബയ്യർ, ചെട്ടിയാർ, ശിവലിംഗം തുടങ്ങിയവരുടെയൊക്കെ പ്രതികരണങ്ങൾ പുസ്തകത്തിലുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ചെറിയ സമൂഹത്തിലേക്ക് പോകാം. അധ്യായം 29 തെലുങ്ക് നായിഡുമാർ. ഇവരുടെ വരവിനെക്കുറിച്ചൊരു വ്യത്യസ്തമായ കഥയുണ്ടല്ലോ, ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട്. ഉണ്ട്. മട്ടാഞ്ചേരിയിൽ ഇപ്പോൾ വളരെ കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ. ഇവരുടെ പൂർവികർ ടിപ്പുവിന്റെ പടയാളികളായിരുന്നുവെന്നും 1789 ആ നെടുങ്കോട്ട യുദ്ധമൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോകാതെ ഇവിടെ തങ്ങിയതാണെന്നും ഒരു കഥയുണ്ട്. പിന്നീട് മട്ടാഞ്ചേരിയിലെത്തി കച്ചവടക്കാരായി. ആന്ധ്രയിലെ ചിറ്റൂർ, റായലസീമ ഭാഗവുമായിട്ടാണ് ഇവർക്ക് ബന്ധം. അതെ, ഈ നായിഡു എന്നത് പണ്ട് സൈനിക മേധാവികൾക്കൊക്കെ കൊടുത്തിരുന്ന ഒരു സ്ഥാനപ്പേരായിരുന്നു. അതാണ് പിന്നെ ജാതിപേരായത്. ഇവരും ബലിജ ജാതിയിൽപ്പെടുന്നവരാണ്.
വീട്ടിലിപ്പോഴും തെലുങ്ക് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എഴുത്തും വായനയും അറിയുന്നവർ കുറവാണെന്നും പുസ്തകം പറയുന്നു. ഒരു മലയാളം കലർന്ന തെലുങ്കാണ്. ഇവരുടെ ആചാരങ്ങളിലും ചില പ്രത്യേകതകളുണ്ട്. 2 ദിവസം നീളുന്ന കല്യാണം, അതിലൊരു കാശിയാത്രാ ചടങ്ങുണ്ട്. പിന്നെ 2 തരം താലി കെട്ടും. ശനിയാഴ്ച നോൺ വെജ് കഴിക്കില്ല. ദീപാവലിക്ക് കേദാരീശ്വർ നോമ്പെടുക്കും. മരിച്ചാൽ ദഹിപ്പിക്കുകയാണ് പതിവ്. പാലിനു പോകൽ എന്നൊരു ചടങ്ങുമുണ്ട്. പണ്ട് സൈനിക പശ്ചാത്തലത്തിൽ നിന്ന് കച്ചവടത്തിലേക്ക് വന്നവരാണിവർ. ശ്രീനിവാസല നായിഡുവിനെ പോലുള്ളവരുടെ പേരുകൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതെ, തിരുപ്പതി യാത്രയൊക്കെ നടത്തിയാണ് ആ ഒരു ആന്ധ്രാബന്ധം ഇവർ നിലനിർത്തുന്നത്. ഇതുകൂടാതെ മറ്റു ചില തമിഴ്, തെലുങ്ക് വിഭാഗങ്ങളെക്കുറിച്ചും പുസ്തകം ചെറുതായി പരാമർശിക്കുന്നുണ്ടല്ലോ. ഉണ്ടുണ്ട്. അധ്യായം 24-ൽ തമിഴ് വാണിയർ, പണ്ട് എണ്ണയാട്ടുന്ന ചക്കുപയോഗിച്ചിരുന്നവർ, മധുരയിൽ നിന്ന് വന്നവർ. പക്ഷേ ആധുനിക മെഷീനുകൾ വന്നതോടെ ആ തൊഴിൽ ഇല്ലാതായി. പിന്നെ തമിഴ് വിശ്വകർമാർ, അധ്യായം 28-ൽ. അതെ, സ്വർണ്ണപ്പണിക്കാരും ശില്പികളും. 1952-ൽ MK ത്യാഗരാജ ഭാഗവതർ ഇവർക്കു വേണ്ടി കൊച്ചിയിലൊരു സംഗീത കച്ചേരി നടത്തിയിരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അധ്യായം 31-ൽ തമിഴ് ബ്രാഹ്മണരെക്കുറിച്ചും പറയുന്നുണ്ട്. കരന്തയാർ പാളയം. സംഗീതത്തിലും സാമ്പത്തിക കാര്യങ്ങളിലുമൊക്കെ പ്രാവീണ്യമുള്ളവർ. പിന്നെ അധ്യായം 33-ൽ വെള്ളാളപ്പിള്ളമാരെക്കുറിച്ച് പറയുമ്പോൾ ഒരു സങ്കടകരമായ കാര്യം പറയുന്നുണ്ട്. അവർക്ക് രാമേശ്വരം കോവിലൊക്കെ ഉണ്ടെങ്കിലും തമിഴ് ഭാഷ അവർക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടുപോയി. അപ്പോ ഈയൊരു യാത്ര, കൊച്ചിയുടെ തെരുവുകളിലൂടെ നമ്മൾ നടത്തിയ ഈ യാത്ര, തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്ന ഈ വിവിധ സമൂഹങ്ങളെക്കുറിച്ചുള്ള ഈ സംസാരം എന്താണ് ശരിക്കും നമ്മളോട് പറയുന്നത്? പല കാര്യങ്ങൾ. ഒന്ന്, ഓരോ ഗ്രൂപ്പും അവരുടേതായ സ്കിൽസ്, കൾച്ചർ, ഭാഷ, സോഷ്യൽ സ്ട്രക്ചറൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ വണ്ണാന്മാരുടെ അലക്ക്, 24MTCയുടെ പാൽക്കച്ചവടം, വാണിയരുടെ എണ്ണയാട്ട്, വിശ്വകർമാരുടെ പണി, നായിഡുമാരുടെ കച്ചവടം, ഇതൊക്കെ കൊച്ചിയുടെ ആ ഒരു സാമ്പത്തിക സാമൂഹ്യ ജീവിതത്തിന് ഒരുപാട് സംഭാവന നൽകി. അതേസമയം കാലം മാറിയപ്പോൾ ഒരുപാട് മാറ്റങ്ങളും വന്നു. തീർച്ചയായും മോഡേണൈസേഷൻ ചില പഴയ തൊഴിലുകളെ ഇല്ലാതാക്കി. വാണിയരുടെ ചക്ക് പോലെ. സോഷ്യൽ റീഫോംസ് ചിലരുടെ ജീവിതം മാറ്റിമറിച്ചു. ചക്ലിയരുടെ കാര്യം പോലെ. ചിലർ മാതൃഭാഷ പൂർണ്ണമായി വിട്ടു, വെള്ളാളപ്പിള്ളമാരെ പോലെ. മറ്റു ചിലർ, ഈ വണ്ണാന്മാർ, 24MTC, യാദവർ, നായിഡുമാരൊക്കെ വീട്ടിലെങ്കിലും ആ ഭാഷയും തനിമയും നിലനിർത്താൻ ശ്രമിക്കുന്നു. അതെ, പിന്നെ 24MTCയും യാദവരും തമ്മിലുള്ള ആ സഹകരണം പോലെ ഒന്നിച്ചു പ്രവർത്തിക്കുന്ന നല്ല മാതൃകകളും നമ്മൾ കണ്ടു. അതേസമയം തന്നെ കല്യാണക്കാര്യത്തിലൊക്കെ സ്വന്തം സമുദായത്തിന്റെ ആ ഒരു അതിർവരമ്പ് നിലനിർത്താനും ശ്രമിക്കുന്നു. അപ്പോ കൊച്ചി എന്ന ആ വലിയൊരു ക്യാൻവാസില് ഓരോരുത്തരും അവരവരുടെ നിറങ്ങൾ ചേർത്തു. ചില നിറങ്ങൾ മങ്ങി, ചിലത് കൂടുതൽ തെളിഞ്ഞു, ചിലത് കൂടിച്ചേർന്ന പുതിയ ഷേഡുകളായി, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. മൈഗ്രേഷൻ, അഡാപ്റ്റേഷൻ, ഐഡന്റിറ്റി നിലനിർത്തൽ, സോഷ്യൽ ചേഞ്ച്, ഇതെല്ലാം ചേർന്നൊരു കോംപ്ലക്സ് പിക്ചർ. അപ്പോ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഒരു മൾട്ടി കൾച്ചറൽ സിറ്റിയില് പുറത്തുനിന്ന് വന്നൊരു സമൂഹം, അവരുടെ ആ പൈതൃകം, ഐഡന്റിറ്റി, ഇതൊക്കെ നിലനിർത്തുന്നതും അതേസമയം ആ നാടുമായിട്ട് ഇഴുകിച്ചേർന്ന് അതിന്റെ ഭാഗമാവുന്നതും തമ്മിലൊരു ബാലൻസ് ഉണ്ടല്ലോ. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഈ തെക്കൻ സമൂഹങ്ങളുടെ ഈ അനുഭവങ്ങൾ, അതിനെപ്പറ്റി എന്തായിരിക്കും നമ്മളോട് പറയുന്നത്? അതൊരു ചോദ്യമായിട്ട് നമുക്കിവിടെ നിർത്താം, അല്ലേ? നല്ല ചോദ്യമാണ്. അടുത്ത തവണ നമ്മൾ കൊച്ചിയുടെ മാപ്പിൽ വടക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കാൻ പോവുകയാണ്. ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും സിന്ധിൽ നിന്നുമൊക്കെ വന്ന കച്ചവടക്കാരായ ജൈന, മറ്റ് വ്യാപാരി സമൂഹങ്ങൾ. അവരുടെ കഥകളാണ് അഹിംസയുടെയും ബിസിനസ് തന്ത്രങ്ങളുടെയും ലോകം. അപ്പോൾ ആ കഥകളുമായി വീണ്ടും കാണാം.